സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാർ, ഇറാൻ അമേരിക്ക യുദ്ധം അത് വെടിനിർത്തലിലാണിപ്പോഴുള്ളത്. ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി രണ്ടു കൂട്ടരും ചർച്ച നടക്കുന്നു. ഉടനെ ഒരു ഡീൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പെട്ടെന്നൊരു ട്വിസ്റ്റൊക്കെ ഉണ്ടാകുന്നു. ഉടനെ എങ്ങും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെ കരുതണം, അല്ലേ? എന്ന് പറയാനായിട്ടില്ല. കാരണം എന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഇന്നലെ രാത്രിയിലൊക്കെ ലോക മാധ്യമങ്ങൾ മുഴുവൻ ഇറാൻ അമേരിക്ക യുദ്ധം ഏതാണ്ട് കഴിയുന്നു എന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അത് ട്രംപും പറയുകയുണ്ടായി, ഏതാണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു, എപ്പോ വേണമെങ്കിലും അനൗൺസ് ചെയ്യാം. അതേപോലെ ഇറാനും സമ്മതിക്കുകയുണ്ടായി. കാരണം ഈ ഇറാന് നമുക്ക് അവിശ്വസിക്കാനുള്ള ഇതുവരെയുള്ള റീസൺ ഇല്ല. കാരണം അവർ പറഞ്ഞതെല്ലാം അതേപടി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇറാനും ഇന്നലെ രാത്രി പറയുണ്ടായി, കരണ്ട് തയ്യാറായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാവണം ഇപ്പൊ നമ്മുടെ കോഡ് മീറ്റിങ്ങിന് പിന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. അപ്പം മാർക്കോ റൂബിയോ പറഞ്ഞു, ശുഭവാർത്ത ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏതാണ്ട് കരണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ കരണ്ട് പ്രകാരമുള്ള ധാരണയും ഒക്കെ ഏകദേശം പുറത്തേക്ക് വന്നു. എങ്കിലും ഒരു ഭാഗത്ത് ട്രംപ് ആയതുകൊണ്ട് ലോകം മുഴുവൻ ഒരു ഡിസ്കൗണ്ട് ഇട്ടാണ് ഈ വാർത്തയെ കണ്ടത്. കാര്യം ഓരോ 10 മിനിറ്റ് വെച്ചിട്ട് ട്രംപിന്റെ അഭിപ്രായങ്ങൾ മാറാറുണ്ട്. സാധാരണ എല്ലാവരും മണിക്കൂറുകൾ വെച്ച് അഭിപ്രായം മാറുന്നതാണ് പറയുക. പക്ഷെ ട്രംപിന്റെ കേസിൽ അത് 10 മിനിറ്റ് വെച്ചിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയില് ആ ഹാൻഡിലില് ട്രംപ് പറയുന്നുണ്ടായിരുന്നു, ഇത് ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു, വളരെ നല്ല ഒരു ഒരു കരാറാണ്, അത് ഒബാമ കരാർ പോലെ അല്ല എന്നെടുത്ത് പറയുകയും ചെയ്യുന്നു. അതായത് ആഭ്യന്തരമായിട്ട് ഇതിനെ പിന്നെ ട്രംപിന് നിൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇതിലേക്ക് പോകാൻ കാരണം പെട്ടത്. അതുകൊണ്ടാണ് ഒബാമ കരാർ പോലെയല്ല, ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്ന മിഡ് ടേം പോളിനെ കണ്ടുകൊണ്ടാണ് ഒബാമ കരാർ പോലെയല്ല ഇത്ര ഒരു കരാർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ട്രംപ് അവിടെ സൂചിപ്പിച്ച സാധനം. എന്നിട്ട് നെഗോഷിയേറ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ സൗകര്യം പോലെ എടുത്ത് നെഗോഷിയേറ്റ് ചെയ്തോ, ഇഷ്ടം പോലെ സമയം നമ്മുടെ ഭാഗത്തുണ്ട്, ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വേണമെങ്കിൽ ഏത് നിമിഷവും പാളിപ്പോകാം. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ട്രംപിന് ഒരു കൃത്യമായ മറുപടി അമേരിക്കൻ ജനതയുടെ മുമ്പിൽ വെക്കാനില്ല. ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ട്രംപിനെ അനുകൂലിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ ഒപ്പീനിയൻ പോളൊക്കെ നടത്തിയ സമയത്ത് ഈ യുദ്ധത്തിനെതിരാണ്. എന്തിനു വേണ്ടിയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്? അമേരിക്കയ്ക്ക് എന്താണ് ഗുണമുണ്ടായത്? എന്താണ് നഷ്ടമുണ്ടായത്? അമേരിക്കൻ ജനത ഇതിന്റെ ദുരിതം എങ്ങനെ പേറുന്നു? ഇത്തരം വിഷയങ്ങളാണ് ഇപ്പൊ അവിടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നത്. അമേരിക്കൻ ജനതയുടെ ആഭ്യന്തര ജീവിതമുള്ള ബുദ്ധിമുട്ടിലായിരിക്കുന്നു. 29 ബില്യൺ ഡോളറാണ് ഇതിനകം വരെ ചെലവഴിച്ചിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യം ട്രംപ് പറഞ്ഞത് ഈ യുദ്ധം ഇറാനിലെ ഭരണമാറ്റത്തിന് വേണ്ടിയാണെന്നാണ്. ആ ഭരണമാറ്റത്തിന് വേണ്ടി അതിന്റെ ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇറാനിലെ ഖമേനിയെ മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം വധിച്ചു. എന്നിട്ടും പ്രയോജനം ഉണ്ടാവുന്നില്ല. നാളെ ഇപ്പോ ഇറാനുമായിട്ട് ഇന്ന് മാർക്കോ റൂബിയോ തന്നെ ഭാഗികമായിട്ട് ഡൽഹിയിൽ വെച്ച് സമ്മതിച്ചിരിക്കുന്നു, ഈ യുദ്ധത്തിൽ ഇതുവരെ ഇറാനാണ് വിജയിച്ചു നിൽക്കുന്നത്. ലോകം മുഴുവൻ ഇന്നലെ ഇസ്രയേലില് നേരത്തെ ഇസ്രയേലിലെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഈൽനെന്താണെന്ന് തോന്നുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഇസ്രയേലിൽ പ്രഖ്യാപിച്ചു, ഈ യുദ്ധം ഇറാന് വൻ വിജയം നേടിക്കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പൊ അമേരിക്കയിലും ലോകത്തിലും യഥാർത്ഥ അവസ്ഥയും. ഇത് ഇപ്പൊ അത് തന്നെയാണ്, ഇറാന് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു യുദ്ധമാണ്. അപ്പൊ ഈ കരാറിന്റെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു തട്ടി നീക്കുന്നത് ഒരു മറുപടി, കൃത്യമായ മറുപടി ട്രംപിന് ഇപ്പൊ അമേരിക്കക്കാരുടെ മുമ്പിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് യുറേനിയത്തിലേക്ക് മാത്രം ഇപ്പൊ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഭരണമാറ്റമൊക്കെ മാറ്റി ഇപ്പൊ യുറേനിയം ഒരു കാരണവശാലും ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല, അമേരിക്കക്കാർക്ക് അത് കാരണം ഒരു ഭീഷണി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ പാടില്ല, അത് ഒബാമ കരാർ പോലെ ആവില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇവിടെ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ആയുധം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം ഞങ്ങളുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ വേണമെങ്കിൽ 20 വർഷത്തേക്കുള്ള ലോങ് ടേം
ഈ ഈ സമ്പുഷ്ടീകരണം മരവിപ്പിക്കൽ ഇറാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഹോർമൂസ് കടലിടുക്ക്. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഭീതി നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ആഗോള വിപണിയെ ബാധിക്കുന്ന വിഷയം ഹോർമൂസ് കടലിടുക്ക് മാത്രമാണ്. അപ്പൊ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പൊ അമേരിക്കയുടെ ബ്ലോക്കേഡ് ഒരു ഭാഗത്തുണ്ട്, അതേപോലെ ഇറാന്റെ ബ്ലോക്കേഡും ഒരു ഭാഗത്തുണ്ട്. ഇറാന്റെ കയ്യിലാണ് ഇപ്പൊ കൂടുതൽ ഭാഗം ഹോർമൂസിന്റെ കടലിടുക്കിന്റെ കൺട്രോൾ ഇരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ ഇത് നീക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം കഴിയും. അതാണ് ഇതിനകത്തുള്ള ഒരു സംഗതി. പക്ഷെ അതിന് ഇറാന്റേതായിട്ടുള്ള ഉപാധികൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വരും. അതായത് ഫ്രോസൺ അസറ്റ്സ് വിട്ടു നൽകുക. അതേപോലെ തന്നെ ഏതാണ്ട് അമേരിക്കയും ഇത് അംഗീകരിച്ചതാണ്. ഈ ഹോർമൂസ് കടലിടുക്കിന്റെ കൺട്രോള് ഇറാന് ആണ് എന്നുള്ള ആ ഒരു സ്ഥിതിയെ അല്ലെങ്കിൽ ആ അവസ്ഥയെ തത്വത്തിൽ അമേരിക്ക അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം എങ്ങനെ വേണം എന്നുള്ളത്, കാരണം ഒരു ഭാഗത്ത് ഒമാനാണ്. അങ്ങനെ ഒമാനുമായിട്ട് ഈ കരട് രൂപം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ചർച്ചകൾ പോലും ആരംഭിച്ചു. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇപ്പൊ യുദ്ധം അവസാനിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം രണ്ടായാലും ഇറാന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ 44.9 ഗ്രാം സമ്പുഷ്ട യുറേനിയമാണുള്ളത്. അത് വേണമെങ്കിൽ റഷ്യയിലേക്ക് മാറ്റാൻ അവർ തയ്യാറാണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ, യുറേനിയത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അണുബോംബ് നിർമ്മിക്കില്ല എന്നുള്ളതിന്റെ കാര്യത്തിൽ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറായി. ആ സമയത്താണ് ഈ ഒരു കരാറിന്റെ രൂപത്തിലേക്ക് ഇത് വരുന്നത്. പക്ഷെ അവിടെ വീണ്ടും ട്രംപ് കയറി ഉടക്ക് വയ്ക്കുകയാണ്. കാരണം നെതന്യാഹു ഇന്നലെ രാത്രി പറഞ്ഞു, അതാണ് നമ്മളെല്ലാം വിശ്വസിക്കാൻ കാരണം. നെതന്യാഹു പറഞ്ഞു, ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോഴാണ് ഇറാന്റെ ഒരു കണ്ടീഷനാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് നിർത്തണം. അവിടെയാണ് ഇപ്പോൾ കാരണം നെതന്യാഹു ട്രംപിനും വഴങ്ങാതെ നിൽക്കുന്നതെന്നാ മനസ്സിലാവും. കാര്യം ഈ 45 ദിവസത്തെ വെടിനിർത്തല് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഉണ്ടാക്കിയിട്ടും ലെബനൻ ഉണ്ടാക്കിയിട്ടും വെടിനിർത്തലിൽ നിന്നും ഈ യാതൊരു കുറവുമില്ല. അത് നടന്നുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ ദിവസം വീണ്ടും പാരാമെഡിക്കൽസ് 4 പാരാമെഡിക്കൽസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ലെബനനിൽ കൊല്ലപ്പെട്ടു. ഏതാണ്ട് ഇതിനകം തന്നെ ഈ ഇസ്രായേൽ ലെബനൻ ആ ഒരു സംഘടനത്തില് 100-ലേറെ പാരാമെഡിക്കൽസ് ആണ് മരിച്ചത്. അത് മുഴുവൻ ഇസ്രായേലിന്റെ ബോംബിങ്ങിലാണ് തകർന്ന് മരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല എന്നുള്ള സംഗതി അസന്നിഗ്ധമായിട്ട് കരാർ ഉൾപ്പെടുത്തണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇറാൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പൊ തട്ടി നിൽക്കുന്നത്, കാര്യം ഇറാൻ ഇതൊന്നും വ്യക്തമല്ല പുറമെ കരട് എന്താണെന്നുള്ളത്, എങ്കിലും ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല എന്നുള്ള ഇസ്രയേലിന്റെ ഭാഗത്തുള്ള ഉറപ്പ് ട്രംപിന് ലഭിക്കാത്തതാണ് ഇപ്പോ ഈ ഒരു കരാർ ആകാതിരിക്കുന്നതിലേക്ക് നയിക്കാൻ കാരണം. കാര്യം ഹോർമൂസ് കടലെടുക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് വരുന്ന 60 ദിവസത്തിനകം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ള കാര്യവും കൂടി ഇറാനും അമേരിക്കയും സമ്മതിക്കുകയും ചെയ്തതാണ്. അപ്പോ ഈ ഒരു വിഷയത്തിലാണ്, ഇസ്രായേൽ ആൻഡ് ഹിസ്ബുള്ള ഇത് ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ട്രംപിന് ഞാൻ BBC നോക്കിയപ്പോൾ അതിൽ പരാമർശിച്ചൊരു സംഗതി, ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രാഫ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകളേറെയും ഇറാൻ അനുകൂലമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയൊരു വിഭാഗം ട്രംപിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽപ്പെട്ടാണ് അദ്ദേഹം ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതെ, കാരണം ട്രംപിനെ സംബന്ധിച്ചിട്ട് ഒരു കാരണം വേണം. കാരണം എന്ന് വെച്ചാല് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇറാന്റെ അവസ്ഥ, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അമേരിക്കയുടെ അവസ്ഥ, അമേരിക്കൻ ജനതയുടെ ജീവിതം ദുരിതപൂർണമായി, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നു, ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നു. ഇപ്പൊ യുദ്ധം അവസാനിച്ച് കരാറിൽ ഒപ്പിടുമ്പോൾ എന്ത് നേടി എന്നുള്ള ചോദ്യം അവിടെ ഉദിക്കുകയാണ്. ഒന്നും നേടിയെന്ന് മാത്രമല്ല, ഇറാൻ എല്ലാ രീതിയിലും അവരുടെ ആ ഒരു കഷ്ടകാലത്തിൽ നിന്നും മോചിതമായി വിജയശ്രീയിലാണ് ഇതിനാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ വിജയം ഇറാന് വിജയം സമ്മാനിക്കുന്നതിന് വേണ്ടിയാണോ അമേരിക്ക ഈ ഒരു യുദ്ധം നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ യുറേനിയത്തിൽ പിടിച്ചിട്ടും ഈ ട്രംപ്
ഇത് ഒബാമ കരാർ പോലെ അല്ല എന്നുള്ള, അതുകൊണ്ടാണ് ആ ഒബാമ കരാറിലേക്ക് കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം നടത്തുന്നത്. അപ്പൊ അത് ആഭ്യന്തരമായിട്ട് പിടിച്ചിരിക്കാൻ നിവർത്തിയില്ല. എന്തിനു സാർ വേണ്ടി ഇതിൽ ഈ യുറേനിയം റഷ്യക്ക് കൈമാറിയാൽ അത് സ്വീകാര്യമാണെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അത് അമേരിക്ക അംഗീകരിക്കുമോ? അവരവരുടെ കസ്റ്റഡിയിൽ വേണമെന്നോ? റഷ്യയിലേക്ക് കൈമാറുന്നതും ഇറാന്റെ കൈവശം ഇരിക്കുന്ന ഏതാണ്ട് തുല്യം തന്നെയല്ലേ? തുല്യം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ യുറേനിയത്തിന്റെ കാര്യത്തിൽ അവർ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാല് ആ കരാറിലുള്ള സംഗതി ഇറാൻ പോർട്ടിലേക്ക് വരുന്ന കപ്പലുകൾക്കുള്ള ഉപരോധങ്ങൾ നീക്കണം, നമ്പർ 1. നമ്പർ 2, ഹോർമോസ് കടലിലേക്ക് നിയന്ത്രണം. നമ്പർ 3, ഫ്രോസൺ ഇറാനിയൻ അസറ്റ്സ് ഇൻ അമേരിക്ക ആൻഡ് അതർ കൺട്രീസ് അത് റിലീസ് ചെയ്യണം. അതേപോലെ ഇത് 3 ആയി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്താ പ്രശ്നം? ഇറാന്റെ എണ്ണ ഇഷ്ടം പോലെ പിന്നെ ലോകത്തെവിടെയും വിൽക്കാം. ഇപ്പൊ ഡോളറിൽ തന്നെ വേണമെന്നില്ല. അപ്പോ ഇറാനെ സംബന്ധിച്ചിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഈ യുദ്ധത്തിന് ഇതിനകം തന്നെ ഉണ്ടായി. ഇന്ത്യയിലേക്ക് വിൽക്കാം എണ്ണ, അതാണ് ഹൈലൈറ്റ്. ധാരാളം വിൽക്കാം. ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകും പോകുന്നത് നമുക്കാണ്. കാര്യം നമുക്ക് കഴിഞ്ഞ മാസം 25 ദിവസം വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു ഗ്യാസിന് ബുക്ക് ചെയ്യാനായിട്ട്. ഇന്നിപ്പോ അത് 45 ദിവസമാക്കി മാറ്റി. ഹോട്ടലുകളിൽ പോയാൽ ബിരിയാണി അല്ലാതെ ഊണ് കിട്ടാത്തൊരവസ്ഥ. അപ്പം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തെ, കേരളത്തിലെ ജീവിതത്തെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇറാനെ സംബന്ധിച്ച് വലിയ നേട്ടവും അമേരിക്കയെ സംബന്ധിച്ച് വൻ നഷ്ടവും സംഭവിച്ച ഒരു യുദ്ധമായി. അതാണ് ഈ അവസാന നിമിഷത്തില് ട്രംപിന് പിന്നോട്ടടിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ ഹെസ്ബുള്ള ഇക്വേഷൻ, അതിനെ ആക്രമിക്കരുത് എന്നുള്ള ഒരു കൃത്യമായ ഒരു ഉറപ്പ് നേടിയെടുക്കാനാണ് ഇറാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പം. പക്ഷെ എങ്കിൽ പോലും ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയുമുണ്ട്. നന്ദി.